ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കണ്ണേറോ വിളിദോഷമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ അലട്ടുന്നുണ്ടോ എങ്കിൽ അത്തരം ഒരു അമ്പലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അമ്പലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്ന മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അമ്പലത്തിൻ്റെ മുന്നിൽ എത്തുമ്പോൾ തന്നെ അമ്പലത്തിൻ്റെ സവിശേഷത നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അത്രയധികം നേർച്ചാ സാധനങ്ങൾ വിൽക്കുന്ന കടകളെ അമ്പലത്തിൻ്റെ മുന്നിൽ കാണാനായി കഴിയും. ഇത് സേലം ജില്ലയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. സേലത്ത് നിന്നും 30 കിലോമീറ്റർ ദൂരമാണ്. മേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. മേച്ചേരി ഭദ്രകാളി അമ്മൻ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. സേലത്ത് നിന്നും ധർമ്മപുരിയിൽ നിന്നും ഈ റോഡിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ബസ് സർവീസ് ഉണ്ട്. മേച്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഞങ്ങളും നേർച്ചാ സാധനങ്ങളെല്ലാം വാങ്ങി അമ്പലത്തിനുള്ളിലേക്കു പ്രവേശിച്ചു. അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ ദേവീദേവന്മാരുടെ വലിയ പ്രതിമകൾ കാണാനായിട്ട് കഴിയും. നല്ല തിരക്കുള്ള അമ്പലമാണ്. ക്യൂ നിന്ന് വേണം തൊഴാൻ. മിക്കവാറും എല്ലാവരുടെ കയ്യിലും തന്നെ തട്ട നൈവേദ്യത്തിൻ്റെ സാധനങ്ങൾ ദേവിക്ക് അർപ്പിക്കാനായിട്ടിരിക്കുന്നതായി കണ്ടു. അതുകൊണ്ട് തന്നെ കുറേ അധികം നേരം ക്യൂ നിന്ന് വേണം നമുക്ക് പ്രസാദം വാങ്ങാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ കുറേ നേരം ക്യൂ നിന്നു. നമ്മൾ കൊണ്ടുപോയ നേർച്ചാ സാധനങ്ങളെല്ലാം ദേവിക്ക് അർപ്പിച്ചു. പ്രസാദം വാങ്ങി ഉപദേവതകളെയും തൊഴുത് പുറത്തേക്കിറങ്ങുമ്പോൾ തന്നെ വിശാലമായ അമ്പല ചുറ്റുപാട് കാണാം. ഉപദേവതാ പ്രതിഷ്ഠകളും പ്രസാദ കൗണ്ടറുകളും. അത് തന്നെ ഏകദേശം നമുക്കൊരു 20-25 മിനിറ്റോളം കറങ്ങി തൊഴാനും കാണാനുമായി ഉണ്ട്. നിങ്ങളെ അലട്ടുന്നത് ഇനി എത്ര വലിയ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ആയിക്കൊള്ളട്ടെ, ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ മാറും എന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ തലമുറകളായി തുടരുന്ന പാവദോഷങ്ങൾ, ജോലിയിലെ തടസ്സങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, വസ്തു പ്രശ്നങ്ങൾ, വെളിദോഷം എല്ലാത്തിനും ഒരു പര്യവസാനം ഉണ്ടാകും ഇവിടുത്തെ ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ പണ്ടുള്ള അമ്മമ്മമാർ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ തലമുറയിലുള്ള ദോഷമല്ല, ഇത് തലമുറകളായി തുടരുന്ന ദോഷങ്ങളാണ്. അങ്ങനെ തലമുറകളായി തുടരുന്ന ദോഷങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മാറും എന്നാണ് വിശ്വാസം. 800 വർഷത്തിലധികം പഴക്കമുള്ള അമ്പലമാണിത്. ചോള രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. കർക്കിടക മാസത്തിലും അമാവാസി ദിവസങ്ങളിലും ഈ ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടെ ആൾക്കാർ എത്താറുണ്ട്. കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇവിടെ ആൾക്കാർ പോകാറുണ്ട് എന്നും പറയപ്പെടുന്നു. അത്രയ്ക്കും പേരുകേട്ട അമ്പലമാണ്. ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു അമ്പലം തന്നെയാണ്. ഇവിടെ അമ്പലത്തിന് പുറത്തിറങ്ങിയാൽ നെയ്വിളക്ക് കത്തിക്കേണ്ട സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിന് മുന്നിലായി മുളകൾ കൊണ്ട് നിർമ്മിച്ച ഒരു നാലമ്പലം പോലെ അവിടെ കമ്പിശൂലം പോലെ ഉണ്ട്. നമ്മുടെ പാവദോഷങ്ങൾ തീരാനായി നാരങ്ങ വാങ്ങിച്ച് തലയ്ക്കൊഴിഞ്ഞ് ആ കമ്പിയിൽ കുത്തി നിർത്തിയാൽ നമ്മുടെ ദോഷങ്ങൾ മാറും എന്ന് പറയപ്പെടുന്നു. ഈ വീഡിയോയിലൂടെ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് നമ്മൾ കാണുന്നത്. ബാക്കിയെല്ലാം നേർക്കാഴ്ചയായി നമുക്ക് കാണാവുന്നതാണ്.